ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. വീണ്ടും ഒരു റാപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വൈറ്റ് സോസ് ചിക്കൻ റാപ്പാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏത് നേരവും റാപ്പിൻ്റെ വീഡിയോസ് ആണല്ലോ എന്ന്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉള്ള റാപ്പ്, അതുകൊണ്ട് മിക്കപ്പോഴും ഇവിടെ ആക്കാറുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചിക്കൻ റാപ്പ് വളരെ ഹെൽത്തിയും ഈസി ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ പീസസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം വിനെഗറും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വിനെഗർ ഓപ്ഷനിലാണ്. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഓയിലായാലും യൂസ് ചെയ്യാം. ഇനി ആ ചിക്കനും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ലാസ്റ്റ് വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അത് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. ഇനി അതേ പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് അത് മെൽറ്റായി വരുമ്പോൾ ഒരല്പം വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് കളറൊന്നും മാറണ്ട, ഒന്ന് വാടി വന്നാൽ മതിയാവും. ആ ഒരു ടൈമിൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഈ മൈദ ചേർക്കാൻ. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മൈദ കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം. ഇനി അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. നോർമൽ പാക്കറ്റ് പാലാണ് യൂസ് ചെയ്തത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കുറുകുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇത്രയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മൈദ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇനി അതൊന്ന് ഉപ്പ് കറക്റ്റ് ചെയ്തതിന് ശേഷം ഒരു ചീസ് ചേർക്കുന്നുണ്ട്. ഒരു ചീസ് സ്ലൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊസറല്ല വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്. ചീസ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ ചീസ് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് നന്നായിട്ട് കിട്ടണം. ഒരുപാട് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ചെറിയ മസാലയോട് കൂടി തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അത് ആ പാനിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിലേക്ക് എടുത്ത് വെക്കുക. ആ പാനിൽ തന്നെ ഇരുന്നാൽ നല്ല ഡ്രൈ ആയി പോവും. അതുകൊണ്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് റൊട്ടി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി അതിലേക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് ആട്ടയും 1.5 കപ്പ് മൈദയാണ് എടുത്തത്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത വെള്ളം ചേർത്ത്, ഇളം ചൂടുവെള്ളമാണ്, ഒന്ന് കുഴച്ചെടുക്കുക. കൈകൊണ്ട് തന്നെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കുക. പാല് ചേർത്ത് കുഴക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റും സോഫ്റ്റും ആയിരിക്കും. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുളയാക്കുന്നത് പോലെ ഉരുളയാക്കിയെടുത്ത് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കുക. ചൂടായ പാനിലിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടൊന്ന് ചുട്ടെടുക്കുക. ഓയിൽ വേണമെങ്കിൽ ഇടയ്ക്ക് കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല. 2 സൈഡും ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക. ഇനി നമുക്കതൊന്ന് അസംബിൾ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു കുക്കുംബർ നീളത്തിൽ കട്ട് ചെയ്തതും, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ്ങും ബാക്കി റൊട്ടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊരു റൊട്ടി എടുത്ത് നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ മസാലയിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കുക്കുംബറും കുറച്ച് ഓണിയനും ഒക്കെ ഇട്ട് വെക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരല്പം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർക്കുന്നതുകൊണ്ട് നല്ല എരിവുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി അത് നല്ല ടൈറ്റായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കിയും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിൽ ശരിക്കും ലെറ്റ്യൂസ് വെക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. കുക്കുംബറിന് പകരം നിങ്ങൾ ലെറ്റ്യൂസ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കയ്യിൽ ആ ടൈമിൽ കുക്കുംബർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഒരല്പം ബട്ടർ ഇട്ട് കൊടുത്ത് മെൽറ്റായി വരുന്ന ടൈമിൽ ആ റാപ്പ് ഒന്ന് വെച്ച് 2 സൈഡും നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ തേച്ച് കൊടുത്തിട്ട് ഓവനിൽ വെച്ച് ഗ്രില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് 2 സൈഡും കുക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ സംഭവം സെറ്റായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു റാപ്പാണിത്. കുട്ടികൾക്ക് അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ട് ആ ടൈമിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ വീണ്ടും ഇതുപോലെ റാപ്പിൻ്റെ റെസിപ്പീസായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ